ഏറെ സന്തോഷത്തോടെയാണ് ഇക്കാര്യം ഞാൻ പറയുന്നത്. ശിവഗിരി മഠത്തിൻ്റെ സർവമത സമ്മേളനം ഇക്കുറി നടക്കുന്നത് വത്തിക്കാനിലാണ്. വത്തിക്കാൻ എന്ന് പറയുമ്പോൾ അറിയാം, കത്തോലിക്ക സഭയുടെ ആസ്ഥാനമാണ്. മാർപ്പാപ്പ അവിടെയാണുള്ളത്. ഇക്കുറി വത്തിക്കാനിൽ സർവമത സമ്മേളനം നടക്കുമ്പോൾ അപ്പോൾ നമുക്ക് ഒരു ചോദ്യമുണ്ടാകും, മാർപ്പാപ്പ പങ്കെടുക്കുമോ എന്ന്. തീർച്ചയായും നവംബറിൽ നടക്കുന്ന ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിൽ മാർപ്പാപ്പ പങ്കെടുക്കുന്നു. ഇതാദ്യമായാണ് ഒരു മാർപ്പാപ്പ സർവമത സമ്മേളനത്തിൽ, ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഘാടക സമിതിക്ക് ആ ഉറപ്പ് ലഭിച്ചത്. മഠം പ്രതിനിധി സ്വാമി വിശ്വേശ്വരാനന്ദയും അതുപോലെ തന്നെ നമ്മുടെ MLA ചാണ്ടി ഉമ്മനും ബഹ്റൈൻ ശ്രീനാരായണ സൊസൈറ്റിയുടെ രക്ഷാധികാരി KG ബാബുരാജനുമൊക്കെ വത്തിക്കാനിൽ എത്തിയിരുന്നു. വത്തിക്കാനിലെത്തി മാർപ്പാപ്പയെ ക്ഷണിച്ചു. കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിത കഥ, അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയും അതുപോലെ തന്നെ നാരായണ ഗുരുസ്വാമി എഴുതിയ കൃതികളുടെ ഇംഗ്ലീഷ് പരിഭാഷയും മാർപ്പാപ്പയ്ക്ക് കൈമാറി. അപ്പോൾ മാർപ്പാപ്പ അദ്ദേഹത്തിനുള്ള സമയം പറഞ്ഞു. നവംബറിലാണ് അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് സമയം ലഭിക്കുക. അങ്ങനെയാണ് നവംബറിൽ നിശ്ചയിച്ചത്. ഇത് ലോകമാകെ നാരായണ ഗുരുവിനെ കുറിച്ച് അറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അതായത് മതങ്ങൾക്കും ജാതിക്കും അതീതമായ ഒരു കാഴ്ചപ്പാട്, മതാതീത ലോകം, ആ ഒരു കാഴ്ചപ്പാട് ലോകമെങ്ങും എത്തിക്കുന്നതിന് ഇത് വഴി തുറക്കും എന്നതാണ് ഏറ്റവും പരമപ്രധാനം. നാരായണ ഗുരു എന്താണോ സ്വപ്നം കണ്ടത്, നാരായണ ഗുരു അദ്ദേഹം എന്താണോ പ്രീച്ച് ചെയ്തത്, പഠിപ്പിച്ചത്, അത് സാക്ഷാത്കരിക്കാൻ വത്തിക്കാനിൽ നടക്കുന്ന സർവമത സമ്മേളനം വഴി തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം മാർപ്പാപ്പ നാരായണ ഗുരു സ്വാമികളുടെ ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിലൂടെ നാരായണ ഗുരുസ്വാമിയുടെ എന്താണ് ആശയങ്ങൾ അദ്ദേഹം എന്തു വന്നാലും പറയും. അദ്ദേഹം വായിക്കാതിരിക്കില്ല, കൃതികൾ വായിക്കാതിരിക്കില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കാതിരിക്കില്ല. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ നാരായണ ഗുരുസ്വാമിയുടെ ചിന്തകളും ആപ്തവാക്യങ്ങളും കോട്ട് ചെയ്യാതിരിക്കില്ല. ഇത് ലോകമെങ്ങും കേൾക്കും, ലോകമെങ്ങും അറിയും. ലോകമെങ്ങും ഇപ്പോൾ നാരായണ ഗുരുസ്വാമിയെ അറിയുന്നില്ല എന്നല്ല, ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരു മത നേതാവ് അല്ലെങ്കിൽ മതത്തിൻ്റെ സെൻട്രൽ പോയിന്റ്, കത്തോലിക്ക സഭയുടെ പരമാധികാരി എന്ന് പറയുന്ന മാർപ്പാപ്പ നാരായണ ഗുരുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ ശിവഗിരി മഠം സംഘടിപ്പിക്കുന്ന സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അതിൽ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തി അത്രമാത്രം വിസ്തൃതമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശിവഗിരി മഠം ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതിന് വളരെയധികം സന്തോഷിക്കേണ്ടത് ശ്രീനാരായണ ഭക്തർ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ പാത പിന്തുടരുന്ന ഓരോ ആളുകൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് പറഞ്ഞ് കള്ളവും കാപട്യവും നടത്തുന്ന ചില ആളുകൾ അരങ്ങുവാഴുന്ന നാടാണ് നമ്മുടെ കേരളം. ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം ശിവഗിരി മഠം എടുത്തതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറെ സന്തോഷകരമായ ഒരു സംഭവം അറിയിക്കുകയാണെന്ന്. അങ്ങനെ നവംബറിൽ മാർപ്പാപ്പ പങ്കെടുക്കുന്ന സർവമത സമ്മേളനം, ശിവഗിരി മഠത്തിൻ്റെ സർവമത സമ്മേളനം വത്തിക്കാനിൽ നടക്കുന്നു. അത് ഏറെ സന്തോഷത്തോടെ അറിയിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.